عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ഏറെ ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കൊണ്ടുവന്ന് അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നതിന്റെ മഹത്വം അറിയിക്കുന്ന ഒരു ഖുദ്സിയായ ഹദീസിൽ നമുക്ക് കാണുവാൻ കഴിയും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഖാല അല്ലാഹ് അൻഫിഖ് യാ ഇബ്ന ആദം ഉൻഫിഖ് അലൈക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, ആദമിന്റെ പുത്ര, നീ ചിലവഴിക്കുക. അങ്ങനെയാണെങ്കിൽ ഉൻഫിഖ് അലൈക, ഞാൻ നിനക്കായി ചിലവഴിക്കാം എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ആരെങ്കിലും ധനം ചെലവഴിച്ചാൽ, സമ്പത്ത് ചെലവഴിച്ചാൽ, അല്ലാഹു അവന് വേണ്ടി ചെലവഴിക്കുമെന്നാണ് ഈ ഹദീസിലൂടെ നമ്മെ ഉണർത്തുന്നത്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോഴുമെല്ലാം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരുടെ ശ്രേഷ്ഠതകളെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സമ്പത്ത് ഏറ്റവും നന്നായി നമ്മൾ ചെലവഴിക്കുന്നത് രഹസ്യമായി കൊടുക്കുന്ന രൂപത്തിലാകാൻ ശ്രദ്ധിക്കുക. അതൊരുപാട് നല്ല കാര്യങ്ങളെ മാനസികമായി കൊണ്ടുള്ള ഒരുപാട് ഗുണങ്ങൾ നമുക്കതിൽ നിന്ന് ലഭിക്കുവാനുണ്ട്. അതുപോലെ തന്നെ ചെലവഴിക്കുന്നതിന്റെ വലുപ്പത്തിലേക്കോ അതിന്റെ വിശാലതയിലേക്കോ അല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്. മറിച്ച് നമ്മൾ കൊടുക്കുമ്പോഴുള്ള നമ്മുടെ ആത്മാർത്ഥതയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഒരു കാരക്കയുടെ കഷ്ണം കൊടുത്തിട്ടെങ്കിലും നിങ്ങൾ ആ നരകത്തെ സൂക്ഷിക്കണമെന്നുള്ളതാണ്. എന്നാൽ ഇതിനെ കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ടാകാം. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അതവർക്ക് വലിയ നാശമാകുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻഗാമികളായിട്ടുള്ള സ്വഹാബിമാർ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന മേഖലയിൽ അവർ സജീവമായിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊന്ന് ആവശ്യപ്പെട്ടാലും അത് കൊണ്ടുവന്ന് കൊടുക്കുവാൻ, ഉള്ളതുപോലെ കൊടുക്കുവാനുള്ള ഒരു വല്ലാത്ത താല്പര്യം സ്വഹാബത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഒരാൾ തന്റെ ഭാര്യയ്ക്കും തന്റെ മക്കൾക്കും തന്റെ കുടുംബത്തിനും വേണ്ടി ചെലവിന് നൽകിയാൽ അതുപോലൊരു ദാനമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇദാ അൻഫഖൽ മുസ്ലിമു നഫഖതൻ അലാ അഹ്ലിഹി വഹുവ യഹ്തസിബുഹാ കാനത് ലഹു സദഖ. ഒരു മുസ്ലിം അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് തന്റെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെലവഴിച്ചാൽ അള്ളാന്റെ പ്രതിഫലമായിരിക്കണം.
നല്ല നിയ്യത്തായിരിക്കണം. ആ രൂപത്തിൽ ചെലവഴിച്ചാൽ കാനത്ത് ലഹു സ്വദഖ, അതവന് സ്വദഖയായി തീരും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ പറയുമ്പോൾ ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കി കൂട്ടിവെച്ച് അതൊക്കെ റെഡിയായിട്ട് കൊടുക്കാനല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്. ഉള്ളതിൽ നിന്ന് ഉള്ളതുപോലെ കൊടുക്കുവാനാണ്. അതുകൊണ്ട് ആ ഒരു മേഖലയിൽ കഴിവിന്റെ പരമാവധി നമ്മൾ ഓരോരുത്തരും വളരെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുക. നാളെ പരലോകത്തേക്കുള്ള വലിയ ഒരു മുതൽക്കൂട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ സമ്പത്തിനെ വിനിയോഗിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.